കഥ തുടങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഏറ്റവും പുതിയൊരു വാർത്ത പങ്കുവയ്ക്കട്ടെ. കിഷ്ത്വാറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ടൈസൺ അപകടനില തരണം ചെയ്തിരിക്കുന്നു. അതെ, ഇന്ത്യക്കായി ജീവൻ നൽകി പോരാടിയ ആ ധീരൻ സുഖം പ്രാപിച്ചു വരികയാണ്. വൈറ്റ് നൈറ്റ് കോർപ്സിന്റെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ PK മിശ്ര നേരിട്ട് ആശുപത്രിയിലെത്തി ടൈസനെ സന്ദർശിച്ചു. ആ പോരാളി അതിർത്തി കാക്കാൻ ഇനിയും തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. നമുക്ക് ഇനി ആ സംഭവത്തിലേക്ക് പോകാം. ജമ്മു കാശ്മീരെ കിഷ്ത്വാർ സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിന് അടി ഉയരത്തിൽ ആകാശം തൊട്ടു നിൽക്കുന്ന പസൽകുട്ട് മലനിരകൾ. കാഴ്ചയിൽ അതിമനോഹരമായ ഭൂപ്രദേശമാണെങ്കിലും മരണം പതിയിരിക്കുന്ന ഇടം. ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ച ആ രഹസ്യവിവരം അതീവ ഗൗരവമുള്ളതായിരുന്നു. അതിർത്തി കടന്നെത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ സൈഫുള്ളയും കൂട്ടാളികളും ആ പരിസരത്ത് എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. പാറക്കെട്ടുകൾക്കിടയിലെ ആ ഒരു ചെറിയ മൺവീടായിരുന്നു അവരുടെ ഒളിത്താവളം. സൈന്യം അവിടം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. വൈറ്റ് നൈറ്റ് കോർപ്സിലെ കരുത്തരായ സൈനികർക്കൊപ്പം ടൈസണും ഉണ്ടായിരുന്നു. ആ തണുത്ത കാറ്റിൽ ടൈസന്റെ മൂക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശത്രുവിന്റെ ഗന്ധം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മഞ്ഞും പാറകളും നിറഞ്ഞ ആ പാതയിലൂടെയുള്ള ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെയാണ്. ഭീകരർ ഒളിച്ചിരിക്കുന്ന ആ മൺവീടിന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെ സൈന്യം നിലയുറപ്പിച്ചു. പ്രദേശമാകെ ഭയാനകമായ നിശബ്ദത. ടൈസൺ ചെവികൾ കൂർപ്പിച്ചു. നോട്ടം ആ മൺവീടിന്റെ വാതിലുകളിലേക്ക് ഉറച്ചു. തന്റെ ഹാൻഡലറുടെ കയ്യിൽ നിന്നും മോചിതനായ ആ നിമിഷം പരിശീലനം ലഭിച്ച ടൈസൺ എന്ന ജർമ്മൻ ഷെപ്പേർഡ് നായ മിന്നൽ വേഗത്തിൽ ആ വീടിനുള്ളിലേക്ക് കുതിച്ചു കയറി. ഒരു മിന്നൽ പിണർ പോലെ ടൈസൺ തീവ്രവാദികൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ ഭീകരർ നിർത്താതെ വെടിയുതിർത്തു. ടൈസന്റെ മുൻകാലിന് വെടിയേറ്റു. പക്ഷെ വേദന കൊണ്ട് അവൻ പിന്തിരിഞ്ഞോടിയില്ല. തന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുമ്പോഴും അവൻ ഭീകരർക്ക് നേരെ കുരച്ചു ചാടി. ഭയന്നുപോയ ഭീകരർ നിർത്താതെ വെടിയുതിർത്തു. പക്ഷെ വേദനയേക്കാൾ വലിയൊരു ആവേശം ആ പോരാളിയെ മുന്നോട്ട് നയിച്ചു. മുറിവേറ്റ സിംഹത്തെ പോലെ അവൻ ഉള്ളിലേക്ക് ഇരച്ചു കയറി. പതറിപ്പോയ ഭീകരർക്ക് അവരുടെ സ്ഥാനം വെളിപ്പെടുത്തേണ്ടി വന്നു. ആ നിമിഷത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു പുറത്തു സൈന്യം. ഒരു നിമിഷം പോലും പാഴാക്കാതെ വൈറ്റ് നൈറ്റ് കോർപ്സും ജമ്മു കാശ്മീർ പോലീസും CRPFും ആ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി. ശക്തമായ ഏറ്റുമുട്ടലിൽ സൈഫുള്ള അടക്കമുള്ള 3 ഭീകരരും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായപ്പോൾ എല്ലാവരുടെയും തിരച്ചിൽ ആ പോരാളിക്ക് വേണ്ടിയായിരുന്നു. ചോരയൊലിപ്പിക്കുന്ന മുറിവുമായി എന്നാൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ടൈസൺ. അവനെ ഉടൻ തന്നെ ഹെലികോപ്റ്റർ മാർഗം സൈനിക വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഈ ഒരു സംഭവം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും അതിർത്തിയിലെ ഇടുങ്ങിയ ഗുഹകളിലും മൺവീടുകളിലും ആദ്യം കയറി ചെല്ലാൻ ടൈസനെ പോലെയുള്ള കഠിനമായ പരിശീലനം ലഭിച്ച നായ്ക്കൾ അനിവാര്യമാണെന്ന് സൈന്യം അടിവരയിട്ടു. ടൈസന്റെ ഈ പോരാട്ടം പ്രതിരോധ മന്ത്രാലയത്തെ പുതിയ ചില തീരുമാനങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇത്തരം ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുന്ന നായകൾക്ക് ഇനി മുതൽ അതീവ സുരക്ഷയുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഹെഡ് മൗണ്ടഡ് ക്യാമറകളും നൽകും. അതിർത്തിയിൽ പരിക്കേൽക്കുന്ന നാൽക്കാലി യോദ്ധാക്കൾക്കായി അതിവേഗ മെഡിക്കൽ ഇവാക്യുവേഷൻ സംവിധാനം കൂടുതൽ ശക്തമാക്കി. ടൈസൺ ഇപ്പോൾ വിശ്രമത്തിലാണ്. ആ മുറിവുകൾ കരിയുമ്പോൾ അവൻ വീണ്ടും അതിർത്തിയിലേക്ക് മടങ്ങും. ഓരോ തവണ അതിർത്തി കടന്ന് ശത്രുക്കൾ വരുമ്പോഴും അവരെ നേരിടാൻ സൈനികർക്കൊപ്പം ടൈസനെ പോലെയുള്ള മിടുക്കന്മാരായ യോദ്ധാക്കൾ അവിടെ ഉണർന്നിരിപ്പുണ്ട്. മരണത്തെ തോൽപ്പിച്ച ടൈസന്റെ തിരിച്ചുവരവ് ശത്രുക്കൾക്കുള്ള വ്യക്തമായ സന്ദേശമാണ്.